നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനിപ്പോ അങ്ങനെ ഈ മുറിയിൽ നിന്ന് വേറെ എവിടെയും പോവാറില്ല ഡോക്ടർ. വീട്ടിനകത്ത് തന്നെ പല കാര്യങ്ങളിലും എനിക്ക് വിലക്കാം. നന്ദനെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആതിരയുടെ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ വെച്ച് അർച്ചന വിഷമിക്കാതിരിക്കുന്നതാ നല്ലത്. ആരുടെയും കണ്ണീർ ദോഷം വരാതിരിക്കാം. ഇങ്ങനെ ഇട്ടാലേ കുഞ്ഞിന് കണ്ണീർ ദോഷം വരില്ലെന്നാ പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോ ഈ പറയുന്നതൊക്കെ ഉള്ളത് തന്നെയല്ലേ ഏട്ടത്തി? എന്തോന്ന്? അല്ല, ഈ കണ്ണീർ ദോഷത്തെ കുറിച്ചൊക്കെ നീ ഇനി അതേ പിടിച്ച് തോന്നണ്ട. ഇതൊക്കെ കാലങ്ങളായി ഓരോരുത്തർ ചെയ്തു വരുന്നത് നമ്മളും ചെയ്യുന്നേ ഉള്ളൂ. ഓ ഓ ഓ ഓ ഓ കണ്ണീർ ദോഷത്തിനേക്കാളും വലുതാ തെറ്റിദ്ധാരണകൾ കൊണ്ടുള്ള ദോഷം. ആ ദോഷത്തിന് കവളിൽ ഇതുപോലെ കുത്തിട്ടാ മതിയോ അമ്മേ? ആ ദോഷത്തിനെ ഇതുപോലുള്ള കുത്തല്ല മോളെ. ദേ ഈ കൈ മാത്രം വെച്ച് നല്ലൊരു കുത്തു കൊടുത്താ മതി. ആ അപ്പതങ്ങ് മാറിക്കോളും. ഓ ഓ ഓ വേണ്ട വേണ്ട വേണ്ട, കരല്ലേ. പൊട്ടെ 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 പൊട്ടെ. ആതിരെ, വേണ്ട വേണ്ട, എഴുന്നേൽക്കണ്ട. കുറച്ചു ദിവസമായി മോളെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട്. ഇന്ന സമയം ഒത്തു വന്നത്. പിടിക്കേ. ഓ ഓ ഓ മോളു. ഓ ഞാൻ ഡോക്ടർക്ക് കുടിക്കാൻ എന്തേലും എടുക്കാം. ഒന്നും വേണ്ട ബീരേച്ചി, ഞാനിപ്പോ കഴിച്ചിട്ടാ വന്നത്. ഓ മാവേ. സന്ധ്യ പോന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാനൊന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാ. സന്ധ്യ ഒന്ന് വരൂ, എനിക്കൊരു കാര്യം സംസാരിക്കാം. ഇങ്ങെടുക്ക. എന്ത് എന്ത് നോക്കട്ടെ. നോക്ക്. അഡ്വക്കേറ്റുമായി ഞാൻ സംസാരിച്ചിരുന്നു. നാളെ കഴിഞ്ഞ ധനുഷിന് ജാമ്യം കിട്ടുന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. ഞാനും വിളിച്ചിരുന്നു. നന്ദനാണ് ധനുഷിനെ ജാമ്യത്തിലെടുക്കുന്നതെന്ന് ഇവിടെ മറ്റാരെങ്കിലും അറിഞ്ഞ അവരെങ്ങനെ പ്രതികരിക്കും? അതിനെ അറിയാൻ അച്ഛൻ മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നത്. അതാ എൻ്റെ ഏറ്റവും വലിയ ടെൻഷനും. സച്ചിയുടെ മറ്റു മുന്നിൽ ഞാൻ നിരത്തുന്ന കാരണങ്ങൾ അച്ഛൻ്റെ മുന്നിൽ മതിയാവാതെ വരും. വിശ്വാസവഞ്ചന ഒഴികെ മറ്റെന്തും ക്ഷമിക്കുന്ന ആളാ അച്ഛൻ. ധനുഷ് ചെയ്തതും അത് തന്നെയല്ലേ? അച്ഛനെ നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. മാത്രമല്ല, സ്നേഹയെ കണ്ടില്ലാന്ന് നടിക്കാനും ആവില്ല. നന്ദൻ പേടിക്കണ്ട. സ്നേഹയെ വിളിച്ചോണ്ട് പോവാൻ ധനുഷ് ഒരിക്കലും ഇവിടേക്ക് വരില്ല. അത് തടയണമെന്ന് എൻ്റെ മനസ്സിലും. അതെങ്ങനെയെന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാം വരുന്നത് പോലെ വരട്ടെ. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. 2 ദിവസത്തിനകം എല്ലാം കലങ്ങി തെളിയല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സന്ധ്യ. ഞാൻ തന്നെ വിളിക്കാം. ശരി. ഹലോ. ഇതാര്? താരിവിടെ ഉണ്ടായിരുന്നോ? നമ്മൾ ഇപ്പോഴും ഇവിടെ ഉണ്ടേ. നിങ്ങളുടെയൊക്കെ കാരണം കൊണ്ട് ഞാൻ നെല്ലിശ്ശേരി എന്ന ഈ വലിയ വീട്ടിൽ സുഖമായി ജീവിക്കുന്നു എന്നാണല്ലോ വെപ്പ്. അതുപോലെ സുഖമായി തന്നെ ജീവിക്കുന്നു. എന്നും ഇങ്ങനെ സുഖമായിട്ട് കണ്ടാ മതി. അത് കാണാൻ വേണ്ടിയാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ അങ്ങ് താമസിച്ചാ കൊള്ളാന്നൊരു ആലോചനയുണ്ട് എനിക്ക്. ആവാലോ. നെല്ലിശ്ശേരി സേതുമാധവന്റെ ദത്തുപുത്രിയല്ലേ നീ? അപ്പോ ആരും വേണ്ടാന്ന് പറയില്ല.
നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ദത്തെടുത്ത് വളർത്തിയ പേരും പറഞ്ഞ് ഇവിടെ കയറിക്കൂടി ഇവിടുത്തെ സ്വത്തിന്റെ കുറേയേറെ അടിച്ചു മാറ്റിയാന്. ആ നിനക്ക് പിന്നെ അതിനുള്ള കഴിവില്ലല്ലോ. ഞാനൊരു അനാഥയാ. കുഞ്ഞിലെ മുതല് അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടു. അവരെ കണ്ട ഓർമ്മ പോലും ഇല്ല. എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവന്തികയുടെ ജനുസല്ല എന്റെ ജനുസ്. അതുകൊണ്ട് തന്നെ നീ നേരത്തെ പറഞ്ഞ ആ കഴിവ് എനിക്കില്ല. ആഹാ, എത്ര സ്റ്റൈലായിട്ടാ നീ ഇപ്പൊ നമ്മുടെ പാരമ്പര്യത്തെ താരതമ്യം ചെയ്തത്. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായിരുന്നു നിനക്ക് നന്ദനുമായിട്ടൊരു രഹസ്യ സംഭാഷണം? വീട്ടിൽ നിന്ന് ഇത്രയും മാറി നിന്ന് സംസാരിക്കണമെങ്കിൽ അതിത്തിരി ഗൗരവമുള്ള കാര്യമായിരിക്കണമല്ലോ. അതെ, ഗൗരവമുള്ള കാര്യം തന്നെയാ. ഞാൻ പറയാം, എനിക്കൊരു ഫാം തുടങ്ങാൻ പ്ലാനുണ്ട്, ഈ പശുവിന്റെയും പോത്തിന്റെയും ഒക്കെ. അപ്പൊ അതിന്റെ പിന്നാക്ക് വിലയെക്കുറിച്ച് ഞാൻ നന്ദനുമായിട്ടൊന്ന് സംസാരിക്കായിരുന്നു. നന്ദൻ പറയുന്നത് പുറത്തു നിന്ന് എടുക്കുന്നത് റേറ്റ് കൂടുതലായതുകൊണ്ട് നന്ദൻ തന്നെ അത് എത്തിച്ചേരാന്നാ. നന്ദന്റെ ഭാര്യയുടെ തലയില് ആവശ്യത്തിലധികം പിന്നാക്കുണ്ടെന്നാ പറഞ്ഞത്. ആ ഞാൻ പിന്നെ ഓക്കെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും ഭാര്യയെ കൊണ്ട് നന്ദൻ ഒരു ഗുണം ഉണ്ടാവട്ടെ. നീ കൂടുതൽ പരിഹസിക്കല്ലേ. നീ നന്ദനൊപ്പം കൂടി ധനുഷിനെ ജാമ്യത്തിലെടുക്കാൻ പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ധനുഷിനെ പുറത്തിറക്കാനും മാത്രം നീ അവനും തമ്മിൽ എന്താ ബന്ധം? നീയും അഡ്വക്കേറ്റിനെ കണ്ട് ജാമ്യത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തത് ഞാൻ അറിഞ്ഞു. നീയും ധനുഷും തമ്മിൽ എന്താ ബന്ധം? എന്തായാലും ആ ബന്ധമല്ല ഇത്. ബന്ധമൊക്കെ വഴിയെ പറയാം. ഇത്രയും നാളും നീയല്ലേ കളം നിറഞ്ഞാടിയത്. ഇനി ഞാനെന്ന് ഇറങ്ങി നോക്കട്ടെ. അവനെ ജാമ്യത്തിലിറക്കുന്നതിന് പിന്നിൽ എനിക്ക് വ്യക്തമായ പ്ലാനുണ്ട്. നിനക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത പ്ലാൻ. ഇനിയും വിശദമായിട്ട് അറിയണമെങ്കിൽ സ്വന്തം ഭർത്താവിനോട് തന്നെ ചോദിച്ചു നോക്കും. സന്ധ്യ ഡോക്ടറോ? താഴെയൊക്കെ ഞാൻ നോക്കി, അവിടെ ഒന്നും കാണാത്തോണ്ടാ ഇങ്ങോട്ട് വന്നത്. ഞാനിപ്പോ അങ്ങനെ ഈ മുറിയിൽ നിന്ന് വേറെ എവിടെയും പോവാറില്ല ഡോക്ടർ. വീട്ടിനകത്ത് തന്നെ പല കാര്യങ്ങളിലും എനിക്ക് വിലക്കാം. നന്ദനെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആതിരയുടെ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ വെച്ച് അർച്ചന വിഷമിക്കാതിരിക്കുന്നതാ നല്ലത്. ഡെലിവറിയോടുകൂടി ചിലരുടെ സ്വഭാവത്തിലും മാറ്റം വരും. ആതിരയ്ക്ക് ഉദ്ദേശം കൂടുതലാണെന്നേ ഉള്ളൂ. അതൊക്കെ പോകെ പോകെ മാറും. ഞാനൊക്കെ ഇത് എത്രയോ തവണ എത്രയോ ആൾക്കാരിൽ കണ്ടിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.